ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയുടെ സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2024 അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ യോഹന്നാൻ്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 12ാമത്തെ പാഠം നാം ഇന്ന് പഠിക്കുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് മഹത്വത്തിൻ്റെ മണിക്കൂർ, കുരിശും ഉയർത്തെഴുന്നേൽപ്പും. ഇന്ന് നാം പഠിക്കുന്ന പാഠം 12. പാഠത്തിൻ്റെ ഹെഡിങ് മഹത്വത്തിൻ്റെ മണിക്കൂർ, കുരിശും ഉയർത്തെഴുന്നേൽപ്പും. മനപ്പാഠവാക്യം യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. വചനം ഇപ്രകാരം പറയുന്നു: പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ് നാം ഇന്ന് പഠിക്കുന്ന മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ? എന്നാൽ നീ രാജാവ് തന്നെയല്ലോ? യേശു മറുപടി പറയുന്നത്, ഞാൻ രാജാവ് തന്നെ, ഞാൻ രാജാവ് തന്നെ. ഇനി കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു: സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചു, അതിനായി ഈ ലോകത്തിൽ വന്നുമിരിക്കുന്നു. ഇനി സത്യതൽപരനായവനെല്ലാം, സത്യം കേൾക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പീലാത്തോസിനോട് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 20 അധ്യായം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് യോഹന്നാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തെഴുതിയിരിക്കുന്നത്. ഇന്നത്തെ പാഠവും അത് തന്നെ, കുരിശും ഉയർത്തെഴുന്നേൽപ്പും. അതും അവസാനത്തെ ക്ലൈമാക്സ് ആണ്. മഹത്വത്തിൻ്റെ ആ മണിക്കൂറിനെ കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ മെയിൻ കണ്ടന്റ് പറയുന്നത്. ആദ്യത്തെ 10 അധ്യായങ്ങൾ, 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ 10 അധ്യായങ്ങൾ 3.5 വർഷത്തെ യേശുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നേരെ മറിച്ച് അവസാനത്തെ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ അവസാനത്തെ 1-2 ആഴ്ചകളിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 10 അധ്യായങ്ങൾ 3.5 വർഷത്തെ പരിശുദ്ധ ശുശ്രൂഷയുടെ സംഭവങ്ങളും, 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ അവസാനത്തെ 1-2 ആഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളും വ്യത്യാസമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എങ്കിലും ഈ 4 സുവിശേഷങ്ങളിലും ഓരോരുത്തരും അവരുടെ അവതരണം കൊണ്ട് യോജിപ്പിക്കുന്ന തരത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മത്തായി തിരുവെഴുത്തിൻ്റെ നിറവേറിനെക്കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തൻ്റെ ലേഖനം എഴുതിയത്, സുവിശേഷം എഴുതിയത്. മത്തായി കൂടുതലും പ്രാധാന്യം കൊടുത്തത് തിരുവെഴുത്തിൻ്റെ ഓരോ നിറവേറിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി മർക്കോസ് ആണെങ്കിൽ യേശുവിൻ്റെ സ്നാനവും കുരിശും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. മർക്കോസ് എന്ന സുവിശേഷകൻ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചും കുരിശുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ ലൂക്കോസ് എന്ന സുവിശേഷകൻ സൗഖ്യവും രക്ഷയും കുരിശുമായിട്ടുള്ള ബന്ധം, സൗഖ്യവും രക്ഷയും അത് കുരിശുമായിട്ടുള്ള ബന്ധവുമായി കേന്ദ്രീകരിക്കുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവസാനത്തെ ആ നാഴിക അല്ലെങ്കിൽ അവസാനത്തെ ആ മണിക്കൂർ, പാഠത്തിൽ പറയുന്ന മഹത്വത്തിൻ്റെ ആ മണിക്കൂറിനെ കുറിച്ച്, യേശുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ യേശുവിൻ്റെ ക്രൂശ് അനുഭവവും ഉയർത്തെഴുന്നേൽപ്പുമാണ് പ്രധാന വിഷയം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അന്നത്തെ റോമക്കാർ ക്രൂശ് മരണത്തെ ഏറ്റവും വളരെയധികം ലജ്ജയോടെയാണ് കണ്ടത്. ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം പറയുന്നത് റോമക്കാരെ സംബന്ധിച്ച് ഏറ്റവും ലജ്ജയുള്ള ഒരു മരണമാണ്. പക്ഷേ ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് യേശു ലജ്ജയിൽ മരിച്ചുവെങ്കിൽ
ആ മഹത്വത്തിൻ്റെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലോകരക്ഷകനായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഈ പാഠത്തിൽ ലേഖകൻ അത് വ്യക്തമായി പറയുകയാണ്. ക്രൂശ് മരണം റോമക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് ലജ്ജയുടെ മരണമാണ്. പക്ഷേ ഈ മഹത്വത്തിൻ്റെ മണിക്കൂർ പിന്നിട്ടപ്പോൾ കർത്താവ് ലോകരക്ഷനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പാഠം ആ മഹത്വത്തിൻ്റെ മണിക്കൂറിനെ കുറിച്ച് പറയുന്നതാണ്. കുരിശും ഉയർത്തെഴുന്നേൽപ്പും. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് എന്താണ് സത്യം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് എന്താണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ബന്ധനസ്ഥനായി റോമൻ നാടുവാഴിയായ പീലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുകയാണ്. പീലാത്തോസിൻ്റെ ആസ്ഥാനത്ത് ബന്ധനസ്ഥനായി നിൽക്കുകയാണ്. യേശു കുറ്റക്കാരനാണെന്ന് സൻഹെദ്രിൻ കൗൺസിൽ അല്ലെങ്കിൽ യെരുശലേം കൗൺസിൽ മുഴുവനായി ആരോപിച്ചു. അങ്ങനെ നമ്മുടെ കർത്താവ് പീലാത്തോസിൻ്റെ ആസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവോ? യേശു പറഞ്ഞു, അതെ, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. അല്ലേ? അവിടെ യേശു ചോദിക്കുന്നുണ്ട്, ഇത് നീ സ്വയമായി പറയുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടാണോ നീ പറയുന്നതെന്ന് യേശു പീലാത്തോസിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ പീലാത്തോസ് പറയുകയാണ്, അതിലെ 35-ാം വാക്യം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹൂദനോ? അങ്ങനെ ഞാൻ നിന്നെക്കുറിച്ച് പറയുവാൻ ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഞാൻ യഹൂദനാണോ നിന്നെക്കുറിച്ച് അങ്ങനെ പറയുവാൻ? കാരണം മഹാപുരോഹിതന്മാരും ജനങ്ങളും നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. അല്ല, എൻ്റെ 36-ാം വാക്യം വായിച്ചാൽ മനസ്സിലാവും. എൻ്റെ രാജ്യം അല്ലേ? പീലാത്തോസ് പറയുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവോ? രാജാവാണെങ്കിൽ ഒരു രാജ്യം ഉണ്ടാകും. അപ്പോൾ യേശു പറയുകയാണ്, 36-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വെച്ചാൽ ലോകപരമല്ല. അല്ലേ? എൻ്റെ രാജ്യം ഒരിക്കലും ലോകപരമല്ല. ലോകപരമായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ബന്ധനസ്ഥനായി നിൽക്കില്ലായിരുന്നു. കാരണം ഞാനൊരു രാജാവായിരുന്നുവെങ്കിൽ എനിക്ക് കുറേ ചേവകർ ഉണ്ടാകുമായിരുന്നു, പടയാളികൾ ഉണ്ടാകുമായിരുന്നു. ഞാനിങ്ങനെ ഒരിക്കലും ബന്ധനസ്ഥനായി നിൽക്കേണ്ടതല്ല. അല്ലേ? അതുകൊണ്ട് എൻ്റെ രാജ്യം എന്തല്ല? ലോകപരമല്ല. അല്ലേ? ഇപ്പോൾ പീലാത്തോസ് വീണ്ടും ചോദിക്കുകയാണ്, നീ രാജാവ് തന്നെയോ? യേശു പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. അതാണ് മനപ്പാഠവാക്യത്തിൽ പറയുന്നത്. എന്താണ് മനപ്പാഠവാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? യേശു ചോദിക്കുന്നു, നീ രാജാവാണോ? പീലാത്തോസിനോട് കർത്താവ് പറയുന്നു, ഞാൻ രാജാവ് തന്നെ. ഇനി എന്തിനു വേണ്ടി വന്നു? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നു. ഇനി സത്യം താല്പര്യത്തോടെ കേൾക്കുന്നവർക്ക് എൻ്റെ വാക്ക് അവർ കേൾക്കുമെന്ന് യേശു പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭാഷണമാണ്. അല്ലേ? യേശുവും പീലാത്തോസും തമ്മിലൊരു സംഭാഷണം. ഈ സംഭാഷണത്തിനിടയ്ക്ക് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിൽ 38-ാം വാക്യം 18-ാം അധ്യായം 38-ാം വാക്യത്തിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, സത്യം എന്നാൽ എന്ത്? അല്ലേ? 18-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശുവിനോട് പീലാത്തോസ് ചോദിക്കുകയാണ്, സത്യം എന്നാൽ എന്ത്? കർത്താവ് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പീലാത്തോസ് ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. വീണ്ടും യേശുവിനെ എങ്ങനെയെങ്കിലും വിട്ടയപ്പാൻ വേണ്ടി മതനേതാക്കന്മാരുമായും ജനങ്ങളുമായും പീലാത്തോസ് വീണ്ടും സംസാരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നു, എന്താണ് സത്യം എന്ന് യേശുവിനോട് ചോദിക്കുന്നു. പക്ഷേ ഉത്തരം കേൾക്കുവാൻ മനസ്സില്ല. പലപ്പോഴും ആത്മീയ ലോകത്ത് ഇങ്ങനെയാണ്. അല്ലേ? അഡ്വന്റിസ്റ്റുകാർക്ക് തന്നെ ഒരു പ്രത്യേക ദൂതുണ്ട്.
അല്ലേ? മറ്റു ക്രിസ്ത്യാനികളെ അപേക്ഷിച്ച് അഡ്വൻറ്റിസ്റ്റുകാർക്കൊരു പ്രത്യേക ദൂതുണ്ട്. നമ്മുടെ സത്യം ഇന്നതാണെന്ന് പലരും ചോദിക്കാറുണ്ട്, എന്താണ് സത്യം? പക്ഷേ അത് കേൾക്കുവാനുള്ള മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകണമെന്നില്ല. അതേ അനുഭവം തന്നെയാണ് പീലാത്തോസും. പീലാത്തോസ് ചോദിക്കുന്നു എന്താണ് സത്യം, പക്ഷേ കേൾക്കുവാനുള്ള മനസ്സില്ല. നേരെ മറിച്ച് യേശുവിനെ എങ്ങനെയെങ്കിലും വിട്ടയപ്പാൻ വേണ്ടി മത നേതാക്കന്മാരുമായിട്ടും ജനങ്ങളുമായും പീലാത്തോസ് അവിടെ സംസാരിക്കുക, അല്ലേ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ സത്യത്തിൽ അധിഷ്ഠിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനായി നോക്കുമ്പോൾ അത് മുഴുവൻ സത്യത്തിൽ അധിഷ്ഠിതമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ വചനം സത്യം തന്നെ, എൻ്റെ വചനം സത്യം തന്നെ. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ വെളിച്ചവും സത്യവുമാണ്, ഞാൻ വെളിച്ചവും സത്യവുമാണ്. വീണ്ടും കർത്താവ് പറയുന്നു, കൃപയും സത്യവും യേശുവിലൂടെ വന്നു എന്ന് പറയുന്നു. കൃപയും സത്യവും യേശുവിലൂടെ വന്നു. വീണ്ടും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് യോഹന്നാൻ സ്നാപകൻ വന്നു. വീണ്ടും യേശു പറയുകയാണ്, എൻ്റെ പിതാവ് സത്യവാനാകുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, പിതാവിൽ നിന്ന് എൻ്റെ കർത്താവ് നേരിട്ട് സത്യം കേട്ടു എന്നിവിടെ പറയുകയാണ്. വീണ്ടും കർത്താവ് പറയുന്നു, യേശു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം സത്യം തന്നെ, അല്ലേ? അപ്പോൾ സത്യം എന്താണെന്ന് പീലാത്തോസ് ചോദിക്കുന്നു, പക്ഷേ അത് കേൾക്കുവാനുള്ള മനസ്സ് പീലാത്തോസ് കാണിക്കുന്നില്ല. എന്താണിത് കാരണം? എന്തുകൊണ്ട് പീലാത്തോസ് എന്താണ് സത്യമെന്ന് കേൾക്കുവാൻ മനസ്സില്ലാതെ വന്നു? അതിനെക്കുറിച്ച് ലേഖകൻ പറയുന്നത്, പീലാത്തോസിൻ്റെ ദുരഭിമാനവും അവൻ്റെ മുൻ തീരുമാനങ്ങളും അവൻ്റെ മേലുള്ള പലതരം സമ്മർദ്ദങ്ങളുമാണ് സത്യം കേൾക്കുവാൻ അവന് താല്പര്യമില്ലാതെയായത്, അല്ലേ? അപ്പോൾ ലേഖകൻ പറയുന്നത്, അവൻ്റെ ദുരഭിമാനവും അവൻ്റെ മുൻ തീരുമാനങ്ങളും അവൻ്റെ മേലുള്ള സമ്മർദ്ദങ്ങളുമാണ് സത്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ പീലാത്തോസിന് കഴിയാതെ പോയത്. അപ്പോൾ ഞായറാഴ്ചത്തെ പാഠം നമ്മെ മനസ്സിലാക്കി തരുന്നത്, പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് സത്യം? അത് കേൾക്കുവാനുള്ള മനസ്സില്ല. പക്ഷേ മനപ്പാഠവാക്യത്തിൽ പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് നമ്മുടെ കർത്താവ് ജനിച്ചു, ലോകത്തിൽ വന്നു. ഇനി സത്യം താല്പര്യത്തോടെ കേൾക്കുന്നവർക്ക് യേശുവിൻ്റെ വാക്ക് അവർ കേൾക്കുമെന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ചത്തെ ഹെഡിങ്, ആ മനുഷ്യനെ കാണുക. തിങ്കളാഴ്ചത്തെ ഹെഡിങ്, ആ മനുഷ്യനെ കാണുക. യേശുവിൻ്റെ മോചനത്തിനായി ജനത്തെ സ്വാധീനിക്കുവാൻ പീലാത്തോസ് എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് ആമുഖത്തിൽ ലേഖകൻ ചോദിക്കുകയാണ്. യേശുവിൻ്റെ മോചനത്തിനായി ജനത്തെ സ്വാധീനിക്കുവാൻ പീലാത്തോസ് എങ്ങനെയാണ് ശ്രമിച്ചത്? ഞായറാഴ്ചത്തെ ഭാഗത്തിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് സത്യം? പക്ഷേ യേശു മറുപടി പറയുന്നതിന് പീലാത്തോസ് കാത്തു നിന്നില്ല. പീലാത്തോസ് വീണ്ടും മതനേതാക്കന്മാരും ജനങ്ങളുമായി സംസാരിക്കുകയാണ്, എങ്ങനെ യേശുവിനെ വിട്ടയക്കാം. ഇവിടെ യേശുവിൻ്റെ മോചനത്തിനായി എങ്ങനെയാണ് പീലാത്തോസ് ശ്രമിച്ചത്? ലേഖകൻ പറയുന്നത്, മതനേതാക്കന്മാരുമായും ജനങ്ങളുമായിട്ട് ആലോചിച്ചു. എന്നിട്ട് അവരോട് പറയുകയാണ്, 18-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പീലാത്തോസ് പറയുന്നത്, ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല, ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല. വീണ്ടും പീലാത്തോസ് പറയുകയാണ്, നിങ്ങളുടെ ഉത്സവമാണ്, പെസഹയാണ്, പെസഹ ഉത്സവമൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുത്തനെ വിട്ടുതരുന്നത് പതിവുണ്ടല്ലോ, അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരണമോ അതോ ദുഷ്ടനായ അല്ലെങ്കിൽ കവർച്ചക്കാരനായ ബരബാസിനെ വിട്ടുതരണമോ എന്ന് പീലാത്തോസ് ജനത്തോടു ഇവിടെ ചോദിക്കുന്നു. 19-ാം അധ്യായമൊക്കെ എത്തുമ്പോൾ അവിടെ അനുഭവങ്ങൾ പറയുകയാണ്. 19-ാം അധ്യായം എത്തുമ്പോൾ ജനം മതനേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഞങ്ങൾക്ക് ബരബാസിനെ മതി, കവർച്ചക്കാരനായ ബരബാസിനെ മതി, നീതിമാനായ യേശുവിനെ വേണ്ട, മറിച്ച് കവർച്ചക്കാരനായ ബരബാസിനെ മതി എന്ന് ജനമൊക്കെയും ആവശ്യം. അതൊരു വിരോധാഭാസമായിട്ടാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. വീണ്ടും യഹൂദന്മാരുടെ രാജാവോ എന്ന് പരിഹസിക്കുവാൻ വേണ്ടി പീലാത്തോസ് തന്നെ യേശുവിനെ ഒരു വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ചത്തെ ഭാഗം നാം നോക്കുമ്പോൾ രാജാവെന്ന് കളിയാക്കുവാൻ വേണ്ടി, പരിഹസിക്കുവാൻ വേണ്ടി റോമൻ പടയാളികൾ
യേശുവിനെ മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് യേശുവിൻ്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ അടുക്കൽ ചെന്നിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് യേശുവിനെ കന്നത്തടിച്ചു. അല്ലേ? വീണ്ടും പീലാത്തോസ് വന്ന് പറയുകയാണ്, ഞാൻ അവനൊരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ ഒരു രാജകീയ വേഷത്തിൽ പരിഹസിച്ചുകൊണ്ട് യേശുവിനെ റോമൻ പടയാളികൾ കയ്യേറ്റം ചെയ്തിട്ട് മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് കളിയാക്കി, രാജാവേ, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ, വാഴുക വാഴുക എന്ന് കളിയാക്കി. ഇവിടെ മത്തായിയുടെ സുവിശേഷം എടുക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 31 വരെ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി, അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കുക, രാജാക്കന്മാരുടെ ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് കോല്. അപ്പോൾ യേശുവിനെ കളിയാക്കിക്കൊണ്ട് രാജാവെന്ന് കളിയാക്കിക്കൊണ്ട് കയ്യിലൊരു കോല് കൊടുത്തു. എന്നിട്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അത് ജനങ്ങൾ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിക്കും പോലെ പടയാളികൾ യേശുവിൻ്റെ മുന്നാലെ കളിയാക്കിക്കൊണ്ട് മുട്ടുകുത്തി. എന്നിട്ട് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു. അധികാരത്തിന് കൊടുത്ത ആ കോലെടുത്ത് തലയിലടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കിയെ മാറ്റിയിട്ട് സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം എടുക്കുമ്പോൾ 16 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ വായിച്ചാലും ഇതേ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ അവിടെ കാണുന്നു. അങ്ങനെ വിഡ്ഢിവേഷം കെട്ടിപ്പിച്ച് യേശുവിനെ വീണ്ടും ആസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് പീലാത്തോസ് പറയുന്നൊരു പ്രസ്താവനയാണ് ഇന്നത്തെ പാഠം, തിങ്കളാഴ്ചത്തെ പാഠം. അതിൽ 38-ാം അധ്യായം 5-ാം വാക്യം 38-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ. അപ്പോൾ രാജകീയ വേഷത്തിൽ പരിഹാസത്തിൽ യേശുവിനെ വിഡ്ഢിവേഷം കെട്ടിച്ചിട്ട് എല്ലാവരുടെ മുമ്പാകെ കൊണ്ടുവന്ന് ജനത്തിൻ്റെയും മതനേതാക്കന്മാരുടെ മുമ്പാകെ പീലാത്തോസ് പറയുകയാണ്, ആ മനുഷ്യൻ ഇതാ. അല്ലേ? ഇപ്പോൾ ഒരു അന്യജാതിക്കാരനായ ഒരു റോമൻ ഗവർണർ മശിഹായെ എല്ലാവരുടെയും മുമ്പാകെ ഒരു രാജകീയ വേഷത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കളിയാക്കുന്ന തരത്തിൽ യേശുവിനെ അവിടെ പരിഹസിക്കുകയാണ്. റോമൻ പടയാളികളും എല്ലാവരും കൂട്ടമായി ചേർന്നു. എന്താണ് യേശുവിൽ കണ്ട കുറ്റം? യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് മതനേതാക്കന്മാരും ജനങ്ങളും യേശുവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് എന്തുകൊണ്ട് ആർത്ത് വിളിച്ചു? അവർ കണ്ടെത്തിയ കുറ്റമെന്ന് പറയുന്നത് അതിൽ 7-ാം വാക്യം, 19-ാം അധ്യായം 7-ാം വാക്യം, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു. അപ്പോൾ യേശുവിൽ അവർ കണ്ട കുറ്റമെന്ന് പറയുന്നത് യേശു സ്വയം ദൈവപുത്രനെന്ന് അവകാശപ്പെട്ടു. യേശു സ്വയം ദൈവപുത്രനെന്ന് അവകാശപ്പെട്ടു. അതാണ് അവർ കണ്ടെത്തിയ കുറ്റം. അതുകൊണ്ട് ജനമൊക്കെയും ആർത്ത് വിളിച്ചു യേശുവിനെ ക്രൂശിക്കുക. എന്നിട്ടും പീലാത്തോസ് പറയുന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്ത് കുറ്റമാണ് നീ ചെയ്തത്? നീ സംസാരിക്കുക എന്ന് യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ യേശു ഒന്നും മിണ്ടുന്നില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിലെ 10-ാം വാക്യം പറയുന്നത്, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? യേശുവിനോട് പീലാത്തോസ് ചോദിക്കുകയാണ്, നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ സ്വതന്ത്രമായി വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? യേശു പീലാത്തോസിനോട് പറയുന്നൊരു മറുപടിയുണ്ട്, മേലിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നിനക്ക് അധികാരം തന്നിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഇല്ല. അതുകൊണ്ട്
എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട്. ആരാണ് യേശുവിനെ പീലാത്തോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? മഹാപുരോഹിതനായ കയ്യഫാവ്. അപ്പോൾ അവിടെ പറയുകയാണ്, എന്നെ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് വെച്ചാൽ മഹാപുരോഹിതനായ കയ്യഫാവാണ് യേശുവിനെ പീലാത്തോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്, അല്ലേ? വീണ്ടും പീലാത്തോസ് പറയുകയാണ്, ഞാൻ അവനിലൊരു കുറ്റവും കാണുന്നില്ല. ഉടനെ മതനേതാക്കന്മാർ പറയുകയാണ്, നീ കൈസറുടെ സ്നേഹിതനാണെങ്കിൽ, കാരണം ഞങ്ങളുടെ രാജാവ് കൈസറാണ്, നീ കൈസറുടെ സ്നേഹിതനാണെങ്കിൽ നീ ഒരിക്കലും കൈസരോട് മത്സരിക്കരുത്. അതുകൊണ്ട് എന്തു ചെയ്യണം? യേശുവിനെ ക്രൂശിക്കണം. ജനമൊക്കെയും ആർത്ത് വിളിച്ചു, അല്ലേ? താഴോട്ട് വായിക്കുമ്പോൾ ജനമൊക്കെയും പറഞ്ഞു, കൈസറല്ലാതെ ഞങ്ങൾക്കൊരു രാജാവില്ല. ജനമൊക്കെയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. അപ്പോൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നത് പീലാത്തോസ് ജനത്തോട് പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പ്രസ്താവനയാണ്. ആ മനുഷ്യനെ കാണുക, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇതാ. യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെ മുമ്പാകെ ഒരു പരിഹാസ വേഷമായി, രാജകീയ വേഷത്തിൽ ചുവന്ന മേലങ്കി ധരിപ്പിച്ച്, തലയിൽ കിരീടത്തിന് പകരം മുൾക്കിരീടവും, അല്ലേ, പിന്നെ കയ്യിൽ അധികാരത്തിൻ്റെ ചിഹ്നമായ കോലും ഒക്കെ നൽകി, അല്ലേ, ധൂമ്ര വസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ അവിടെ ആക്കിയിരിക്കുന്നു, അല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? ചിലർ തുപ്പി, ചിലരടിച്ചു, കോലുകൊണ്ട് തലയിലടിച്ചു. എന്നിട്ട് ജനമൊക്കെയും റോമൻ പടയാളികളൊക്കെയും കളിയാക്കി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ, അല്ലേ? യഥാർത്ഥത്തിൽ രാജാതി രാജാവിനെയാണ് റോമൻ പടയാളികൾ ഇത്രയും നിഷ്ഠൂരമായി കളിയാക്കുന്നതെന്ന് ആ ജനം അറിയുന്നില്ല. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, പീലാത്തോസ് പറയുന്ന സാക്ഷ്യമാണ്, ആ മനുഷ്യനെ കാണുക, ആ മനുഷ്യൻ ഇതാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് സകലവും നിവൃത്തിയായി. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് സകലവും നിവൃത്തിയായി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ അവർ യേശുവിനെ കയ്യേറ്റം ചെയ്തിട്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിയിടം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അല്ലേ? അവിടെ യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിലായി ക്രൂശിച്ചു. ആ ക്രൂശിച്ചതിന് ശേഷം നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും എഴുതി വച്ചു. നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്ത് അവിടെ എഴുതി വച്ചു. 19-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അത് 3 ഭാഷയിലാണ് എഴുതിയിരുന്നത്: എബ്രായ, റോമ, യവന ഭാഷയിൽ. അപ്പോൾ എബ്രായ മീൻസ് ഹീബ്രു, റോമ ലത്തീൻ ഭാഷ, യവന ഗ്രീക്ക് ഭാഷയിൽ ആണ് ഇത് എഴുതിയിരുന്നത്. ഈ മേലെഴുത്ത് കണ്ടിട്ട് മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് പറയുന്നുണ്ട്. മഹാപുരോഹിതന്മാർ പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല എഴുതേണ്ടത്, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു എന്നെഴുത് എന്ന് പീലാത്തോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ പീലാത്തോസ് എഴുതിയത് നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. മറിച്ച് മതനേതാക്കന്മാർ പറയുകയാണ്, പീലാത്തോസ് അങ്ങനെ എഴുതിയതിനെതിരെ മതനേതാക്കന്മാർ പറയുകയാണ്, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു എന്നെഴുതുവാൻ. പക്ഷേ ഉന്നതമായ ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് ഇടപെട്ടിട്ട് പീലാത്തോസ് പറയുന്നുണ്ട്, ഞാൻ എഴുതിയത് എഴുതി, ഇനി ഞാൻ ഒരിക്കലും മാറ്റില്ല, ഞാൻ എഴുതിയത് എഴുതി. അത് ഉന്നതമായ ഒരു വലിയ ശക്തിയാണ് പീലാത്തോസിൻ്റെ മേൽ പ്രവർത്തിച്ചത്. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. യേശുവിനെ സംബന്ധിച്ച് ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവം ക്രൂശിൻ്റെ ചുവട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ
യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നത് പ്രിയ ശിഷ്യനായ യോഹന്നാൻ, ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ നിൽക്കുന്നത് കണ്ടിട്ട് യേശു പറയുകയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അല്ലെങ്കിൽ യോഹന്നാൻ എന്ന ശിഷ്യൻ അവളെ അല്ലെങ്കിൽ മറിയെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ക്രൂശീകരണ സമയത്ത് ജീവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഹൃദയസ്പർശിയായ ഒരു സംഭവം ക്രൂശിൻ്റെ ചുവട്ടിൽ നടക്കുകയാണ്. മൂത്ത മകനായ യേശു അല്ലെങ്കിൽ മറിയയുടെ മൂത്ത മകനായ യേശു തൻ്റെ സംരക്ഷണം അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് ഏൽപ്പിക്കുകയാണ്. മൂത്ത മകനായ യേശു അമ്മയുടെ സംരക്ഷണം തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. മറിയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. ബൈബിൾ പറയുന്നത് ആ നാഴിക മുതൽ ആ ശിഷ്യൻ മറിയെ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നിവിടെ പറയുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? യേശുവിനറിയാം, എൻ്റെ സഹോദരങ്ങൾ അമ്മയെ നോക്കില്ല. കാരണം ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യം, ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യം എൻ്റെ സഹോദരങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസത്യാഗം വരെ സംഭവിക്കാം. അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ല. യേശുവിനെ അധികം സ്നേഹിച്ചതായ യോഹന്നാനെ തൻ്റെ അമ്മയെ സംരക്ഷിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം അവിടെ ഏൽപ്പിക്കുകയാണ്, അല്ലേ? അതിനുശേഷം 9-ാം മണി നേരം അല്ലെങ്കിൽ 3-ാം മണി നേരത്ത് യേശുവിൻ്റെ പ്രാണൻ അവിടെ വെടിയുന്നു, അല്ലേ? യേശു അവസാനമായിട്ട് മരണമൊഴി പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വേണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, നിവൃത്തിയായി, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറഞ്ഞ ഒരു ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം 30-ാം വാക്യം പറയുന്നത്, നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇപ്പം ഇവിടെ സകലവും നിവൃത്തിയായി, അല്ലേ? 28-ാം വാക്യം പറയുന്നത് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം, അല്ലേ? നിവൃത്തിയാകും വണ്ണം. 30-ാം വാക്യം പറയുന്നു സകലവും നിവൃത്തിയായി. രണ്ടും ഒരേ അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഗ്രീക്ക് ക്രിയാപദമായ ടെലിയോ എന്ന വാക്കാണ് അവിടെ ലേഖകന് അവിടെ ഉദ്ദേശിക്കുന്നത്. പൂർത്തിയാകുക, അവസാനിക്കുക എന്നൊക്കെ അതിനർത്ഥം ഉണ്ട്. ഇപ്പോൾ സകലവും പൂർത്തിയായി. എന്താണ് എൻ്റെ അർത്ഥം? എന്താണ് സകലവും പൂർത്തിയാകുക? പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? സകലവും നിവൃത്തിയായി. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? പിതാവ് കർത്താവിൽ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ചു എന്നതാണ് എൻ്റെ അർത്ഥം. പിതാവ് കർത്താവിൽ ഏൽപ്പിച്ചതായ ആ ദൗത്യം, സ്വർഗീയ മഹിമ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പിതാവ് കർത്താവിൽ ഏൽപ്പിച്ച ദൗത്യമാണ് അവിടെ പൂർത്തിയായത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, അല്ലേ? 2 കൊരിന്ത്യർ 5:21 പറയുന്നു. 2 കൊരിന്ത്യർ 5:21, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ആരായി? പാപമാക്കി, അല്ലേ? ആ ദൗത്യം പൂർത്തിയായെങ്കിലും, പിതാവ് നൽകിയ ദൗത്യം പൂർത്തിയായെങ്കിലും ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അല്ലേ? ആ ദൗത്യം സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഇവിടെ വന്ന് പൂർത്തിയായെങ്കിലും മാനവകുലത്തെ രക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പാപികൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു, അല്ലേ? എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എബ്രായ ലേഖനം 13-ൽ 20-21, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ
ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. വീണ്ടും എബ്രായ ലേഖനം 9:12 ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നിവിടെ പറയുന്നു. വീണ്ടും എബ്രായ ലേഖനം 10:12 യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ കർത്താവ് അവസാനമായി പറഞ്ഞ മരണമൊഴിയാണ് സകലവും നിവൃത്തിയായി. പിതാവ് തനിക്ക് നൽകിയ ആ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്ന് സകല ജനവും കേൾക്കെ കർത്താവ് അവസാനമായി മരണമൊഴിയായി കർത്താവ് പറഞ്ഞൊരു വചനമാണ് സകലവും നിവൃത്തിയായി. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശൂന്യമായ കല്ലറ. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശൂന്യമായ കല്ലറ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. നമുക്കറിയാം, യേശു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മരിച്ചു. ഞായറാഴ്ച അതിരാവിലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതിനിടയിൽ ശനിയാഴ്ച വിശുദ്ധ ശബത് ആയതുകൊണ്ട് ഒരുക്കനാളിൻ്റെ ആ വെള്ളിയാഴ്ച ദിവസത്ത് യഹൂദന്മാർ ചെയ്യേണ്ട എല്ലാ മര്യാദ പ്രകാരവും കർത്താവിനെ അടക്കം ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മറ്റുള്ള നിക്കോദിമസിനും അരിമത്തിക്കാരനായ യോസഫിനും കഴിഞ്ഞില്ല. യഹൂദ മര്യാദ പ്രകാരം സുഗന്ധലേപം ശരീരത്തിൽ പൂശുവാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. ഒരു തരത്തിൽ കഴിഞ്ഞുവെങ്കിലും പൂർണ്ണമായിട്ട് അത് തൃപ്തിയോടെ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് കല്ലറയ്ക്കൽ വരികയാണ്. സുഗന്ധദ്രവ്യമൊക്കെ വാങ്ങി വരികയാണ്. വേറെ മറ്റുള്ള സ്ത്രീകളുമുണ്ട്. ശബത് സ്വസ്ഥമായി ബഹുമാനിച്ചതിനു ശേഷം ഞായറാഴ്ച അതിരാവിലെ അവർ കല്ലറയിൽ വരികയാണ്. അപ്പം ഇവിടെ 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ കാണുന്ന ഒരു കാഴ്ച, കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ മറിയ വളരെയധികം ഭയപ്പെട്ടു. ഉടനെ മറിയ ഓടുകയാണ്. യേശുവിൻ്റെ പ്രിയ ശിഷ്യരായ പത്രോസിനെയും യോഹന്നാനെയും അറിയിക്കുവാൻ മഗ്ദലക്കാരത്തി മറിയ ഓടുകയാണ്. അങ്ങനെ മഗ്ദലക്കാരത്തി മറിയ ഓടിപ്പോയി പത്രോസിനോടും യോഹന്നാനോടും പറയുന്നു, കല്ല് നീങ്ങിയിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ പത്രോസും യോഹന്നാനും ഓടുകയാണ്. ഇവിടെ 20-ാം അധ്യായം നാം വായിക്കുമ്പോൾ 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓടി. യോഹന്നാനാണ് ആദ്യം ഓടിയെത്തുന്നത്. കല്ലറയിൽ ആദ്യം ഓടിയെത്തുന്നത് യോഹന്നാൻ. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോൾ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ പറയുന്നത്? ബുധനാഴ്ചത്തെ പാഠം ശൂന്യമായ കല്ലറ. ശൂന്യമായ കല്ലറ. പക്ഷേ യോഹന്നാന് അതിനകത്ത് കയറുവാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതിൻ്റെ പിന്നാലെ പത്രോസ് ഓടി വരികയാണ്. പത്രോസും ഇങ്ങനെ കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ശൂന്യമായ കല്ലറ. പത്രോസ് എന്താ ചെയ്തത്? ധൈര്യത്തോടെ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, കർത്താവിനെ പൊതിഞ്ഞതായ ശീലകൾ അവിടെ കിടക്കുന്നതും തലയിൽ ചുറ്റിയിരുന്നതായ റൂമാൽ, തലയിൽ ചുറ്റിയിരുന്ന വസ്ത്രം റൂമാൽ ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്ന കാഴ്ച കണ്ടു അല്ലേ. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. പെട്ടെന്നും യോഹന്നാനും കല്ലറയ്ക്കുള്ളിൽ പിന്നെ പ്രവേശിക്കുന്നു.
അവിടെ നോക്കിയപ്പോൾ റൂമാൾ മാത്രം പ്രത്യേകം ചുരുട്ടി വച്ചിരിക്കുന്നു, ബാക്കി തുണികൾ അവിടെ കിടപ്പുണ്ട് അല്ലേ. ഉടനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറയുണ്ടായി, ഞാൻ മരിക്കും അല്ലേ, എന്നെ ക്രൂശിക്കും, പക്ഷെ ഞാൻ മൂന്നാം നാൾ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഇത് മറിയ കേട്ടിട്ടുണ്ടായിരുന്നു, യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വചനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് യേശുവിനെ ഈ കല്ലറയിൽ കാണാതെ വന്നപ്പോൾ അവർ പെട്ടെന്ന് ഭയന്നുപോയി. യേശുവിൻ്റെ വാഗ്ദത്തത്തെയോ പ്രവചനത്തെയോ ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ മറിയയും മറ്റുള്ള ശിഷ്യന്മാരും ഗ്രഹിച്ചില്ല. അവർ പെട്ടെന്ന് ഭയന്നുപോയി. അവർ ചിന്തിച്ചത് ആരോ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് അവർ ചിന്തിച്ചത്. അതിൽ 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ അവിടെ ഒന്നും ഉണ്ടായില്ല, ആരോ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിച്ച് പ്രവചനത്തിൽ വിശ്വസിക്കാതെ, യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രവചനത്തിൽ അവർ വിശ്വസിക്കാതെ അവർ മറന്നുപോയി. അവരെന്ത് ചെയ്തു? സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഇവിടെ എന്താണ് അതിൻ്റെ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് യോഹന്നാന് പിന്നെ ബോധ്യമായി, യോഹന്നാനും തൻ്റെ ശിഷ്യന്മാർക്ക് പിന്നെ ബോധ്യമായി. കാരണം അവിടെ റൂമാൽ, യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ചുറ്റി വച്ചിരിക്കുന്ന കണ്ടപ്പോൾ, അതിനടുക്കി വച്ചിരിക്കുന്ന കണ്ടപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പത്രോസിനും യോഹന്നാനും മനസ്സിലായി. എന്തുകൊണ്ട് അവർ വിശ്വസിച്ചു? കാരണം കല്ലറ മോഷ്ടാക്കൾ അഥവാ മോഷ്ടിച്ചാലും അവർ പരാജയപ്പെടുന്ന ചില കാരണങ്ങൾ അവിടെ പറയുന്നു. ഒരിക്കലും കല്ലറ മോഷ്ടാക്കൾ യേശുവിൻ്റെ ശരീരം മോഷ്ടിക്കില്ല. ഒന്നാമത്തെ കാരണം, അന്നത്തെ കാലത്ത് യേശുവിൻ്റെ ശരീരത്തിന് കല്ലറയിൽ റോമൻ പടയാളികൾ കാവലുണ്ടായിരുന്നു, ശക്തമായൊരു കാവലായിരുന്നു. കൂടാതെ റോമൻ മുദ്രയും അവിടെ പതിപ്പിച്ചു. അപ്പോൾ ഈ ശക്തമായ കാവലിനെ പൊളിച്ച് ഒരിക്കലും യേശുവിൻ്റെ ശരീരം മോഷ്ടിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാരണം, കല്ലറയ്ക്ക് കാവലുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും യേശുവിൻ്റെ ശരീരത്തെ മോഷ്ടിക്കുവാൻ കഴിയില്ല. ഇനി 2, കല്ലറ മോഷ്ടാക്കൾ അഥവാ മോഷ്ടിച്ചാലും വിലപിടിപ്പുള്ള വസ്തുക്കളെയാണ് മോഷ്ടിക്കുന്നത്, വിലപിടിപ്പുള്ള വസ്തുക്കളെയാണ് മോഷ്ടിക്കുന്നത്, മറിച്ച് അഴുകിയ ശരീരത്തെ ഒരിക്കലും മോഷ്ടിക്കാറില്ല. 3, കല്ലറ മോഷ്ടാക്കൾ പൊതുവെ തിടുക്കത്തിലായിരിക്കും മോഷ്ടിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും വസ്ത്രങ്ങൾ ഒരിക്കലും മടക്കി വയ്ക്കുകയില്ല. പെട്ടെന്ന് മോഷ്ടിച്ച് പോകുവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും വസ്ത്രങ്ങൾ എന്ത് ചെയ്യില്ല? മടക്കി വയ്ക്കില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? കർത്താവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ എന്ന വസ്ത്രം മടക്കി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. ഇത് മനസ്സിലാക്കിയപ്പോൾ യോഹന്നാനും പത്രോസിനും പൂർണ്ണമായിട്ടും മനസ്സിലായി, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ പത്രോസിനും യോഹന്നാനും വ്യക്തമായി മനസ്സിലായി, ഞങ്ങളുടെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവും മറിയയും. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവും മറിയയും. ബുധനാഴ്ചത്തെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്, ശൂന്യമായ കല്ലറ കണ്ടതിന് ശേഷം പത്രോസും യോഹന്നാനും പൂർണ്ണമായിട്ടും വിശ്വസിച്ചു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കാരണം തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ അടുക്കി വച്ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ബോധ്യമായി, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിലും ഈ ശൂന്യമായ കല്ലറ കണ്ട മദ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ശൂന്യമായ കല്ലറ കണ്ട മദ്ദലക്കാരത്തി മറിയയ്ക്ക് ആ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ
പത്രോസും യോഹന്നാനും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്തിൽ തന്നെ അവർ കല്ലറ വിട്ടു പോയി. പക്ഷേ ഇവിടെ വചനം പറയുന്നത് മറിയ അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. കല്ലറയിൽ അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിന്നു. എന്നിട്ട് കരയുന്നതിനിടയിൽ മറിയ ആ ശൂന്യമായ കല്ലറയിൽ ഒന്ന് കുനിഞ്ഞു നോക്കി. ആ കണ്ട കാഴ്ച മറിയെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. 12-ാമത്തെ വാക്യം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 20:12, യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, മറിയോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അല്ലേ, ദൂതന്മാരോട് പറയുകയാണ്, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയി, ആരോ മോഷ്ടിച്ചു, എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആരാണ് ഇവിടെ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? 2 ദൂതന്മാർ. അപ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാഴ്ചയാണ് മറിയ കണ്ടത്. അല്ലേ, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും, യേശുവിൻ്റെ ശരീരം ഇരുന്ന ഭാഗത്ത് ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്ന കാഴ്ച കണ്ടു. എന്നിട്ട് ദൂതന്മാർ ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അല്ലേ, മറിയ പറയുകയാണ്, അവനെ എടുത്തുകൊണ്ടുപോയി, ആരോ മോഷ്ടിച്ചു, അവനെ എവിടെ വെച്ചുവെന്ന് അറിയുന്നില്ല. അപ്പോൾ വേദന നിറഞ്ഞ ഒരു മറുപടിയാണ്. കാരണം 2 ദിവസമായി മറിയ കരയുകയാണ്. 2 ദിവസമായി മറിയ കരയുകയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ഇരുട്ടുള്ള സമയത്ത് പോലും, വെളുക്കുന്ന സമയത്ത്, ഇരുട്ടായ സമയത്ത് പോലും മറിയ വളരെയധികം താല്പര്യത്തോടെ കല്ലറയ്ക്കൽ വരുന്നത്. ഇവിടെ മറിയയുടെ ജീവിതത്തിൽ വന്നതായ ഒരു സർവത്ര മാറ്റം, മദ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു സർവത്ര മാറ്റം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളിൽ പറയുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 14 മുതൽ 18 വരെ. അങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി മറിയ വളരെ ദുഃഖത്തിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് അവൾ പിന്നോക്കൊന്ന് തിരിഞ്ഞു. അല്ലേ, അവൾ ഇരുന്ന് ഒന്ന് പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു, പക്ഷെ യേശു എന്ന് അറിഞ്ഞില്ല താനും. 15-ാം വാക്യം 20:15, യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ആ ഒരു സംബോധന ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പട്ടണത്തിൽ പാപിയായി ജീവിച്ച മദ്ദലക്കാരത്തി മറിയയ്ക്കാണ്. എന്നിട്ട് മദ്ദലക്കാരത്തി മറിയോട് ചോദിക്കുകയാണ്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? അല്ലേ, ഇവിടെ അവളോട് ചോദിക്കുകയാണ്, നീ ആരെ തിരയുന്നു? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ മദ്ദലക്കാരത്തി മറിയ കരുതുന്നത് ഈ യേശു ഒരു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ആ തോട്ടക്കാരനോട് സംസാരിക്കുന്ന രീതി പറയുകയാണ്. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. അപ്പോൾ തോട്ടക്കാരനെന്ന് കരുതിയിട്ട് മദ്ദലക്കാരത്തി മറിയ ആ തോട്ടക്കാരനോട് പറയുകയാണ്, അല്ലെങ്കിൽ യേശു എന്ന് മനസ്സിലാക്കാതെ തോട്ടക്കാരനോട് പറയുകയാണ്, യജമാനനെ, നീ അവനെ എവിടെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. അപ്പോൾ ആരോ മോഷ്ടിച്ചു, നീ അഥവാ മോഷ്ടിച്ചുവെങ്കിൽ നീ എവിടെ വെച്ചു എന്ന് പറയാം. കാരണം ഈ വ്യക്തി എൻ്റെ സഹോദരനായ ലാസറിനെ ഉയർപ്പിച്ച വ്യക്തിയാണ്. ഈ കർത്താവ് എൻ്റെ സഹോദരനായ ലാസറിനെ ഉയർപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെ ലാസറിൻ്റെ കല്ലറ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്. നീ ആ ശരീരം തന്നു കഴിഞ്ഞാൽ എൻ്റെ ലാസറിനെ ഉയർപ്പിച്ച കല്ലറ ശൂന്യമായി കിടക്കുകയാണ്. ഞാൻ എന്തു ചെയ്യാം? ഞാൻ അവിടെ കൊണ്ടുപോയി എൻ്റെ കർത്താവിനെ ഞാൻ അവിടെ വെച്ചുകൊള്ളാം. എനിക്കൊരു കല്ലറ ശൂന്യമായി കിടപ്പുണ്ട് എന്നിവിടെ തോട്ടക്കാരനെന്ന നിലയിൽ യേശുവിനോട് സംസാരിക്കുകയാണ്. ഉടനെ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു. റബുനി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എന്നിട്ട് വലിയൊരു
ദൗത്യം നൽകുകയാണ്, അല്ലേ? യേശുവളെ മറിയേ എന്ന് വിളിച്ചു. അതാണ് മറിയെ മാറ്റിയതായ ഒരു അനുഭവം. മറിയയുടെ ജീവിതത്തിലൊരു സർവത്ര മാറ്റം ഉണ്ടായി, അല്ലേ? എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മറിയേ എന്ന് വിളിച്ചപ്പോൾ മറിയെ പറയുകയാണ് റബുനി, അല്ലെങ്കിൽ എൻ്റെ ഗുരുവേ. യേശുവളോട് പറയുകയാണ്, എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എന്നിട്ട് മറിയയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മദ്ദലക്കാരത്തി മറിയയ്ക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. അങ്ങനെ മദ്ദലക്കാരത്തി മറിയ വന്ന് തൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ എങ്ങനെ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ആ ദൗത്യം അതുപോലെ മദ്ദലക്കാരത്തി മറിയ അനുസരിച്ചു. തൻ്റെ യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരോട് വന്ന് പറയുകയാണ്, ഞാൻ ആരെ കണ്ടു? ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, അല്ലേ? അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മാളിക മുറിയിലേക്ക് പോകാം, അല്ലേ? ഒരു വലിയൊരു ഉത്തരവാദിത്വം മറിയയ്ക്ക് നൽകി. മറിയ അതെന്ത് ചെയ്തു? പൂർണ്ണമായും അനുസരിച്ചു, അല്ലേ? നമ്മുടെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അല്ലേ? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് 16-ാം അധ്യായം 10-ാം വാക്യം, സങ്കീർത്തനം 16:10, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. സങ്കീർത്തനക്കാരൻ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്, അല്ലേ? പ്രവചനമാണിത്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല, അല്ലേ? അത് തന്നെയാണ് പൗലോസും പറയുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് എന്ത് ഗുണമാണുള്ളത് എന്നിവിടെ ചോദിക്കുകയാണ് ലേഖകൻ. നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്ത് നേട്ടമാണ് ഉള്ളത്? അതുകൊണ്ട് പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അല്ലേ? നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും പറയുന്നു മരിച്ചവരുടെ പുനരുത്ഥാനമില്ല. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് ആരായി മാറും? കള്ളസാക്ഷികളായി മാറും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഇനി ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരത്രേ. അതുകൊണ്ട് 20-ാം വാക്യം പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു, അല്ലേ? ആരാണ് അന്നത്തെ കാലത്ത് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവർ? അന്നത്തെ കാലത്തിലെ സദൂക്യരാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? ഉയർത്തിട്ടില്ല. നമ്മുടെ കർത്താവ് ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രത്യാശ വ്യർത്ഥം. നാം എല്ലാവരും പാപത്തിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും എന്ത് ചെയ്തു? മരിച്ചുപോയി, പാപത്തിൽ തന്നെ മരിക്കുന്നു. നിദ്ര കൊണ്ടവരും അങ്ങനെ മരിച്ചുപോയത്. അതുകൊണ്ട് 20-ാം വാക്യം നമുക്ക് പ്രത്യാശ നൽകുന്നു. എന്താണ്? 1 കൊരിന്ത്യർ 15:20, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് യേശു മറിയോട് പറയുകയാണ്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അല്ലേ? നീ കരയുന്നത് എന്ത്? ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ മറിയേ എന്ന് വിളിച്ചതായ ഒരു സംബോധന മറിയയുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം വരുത്തി. അതാണ് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ, പേജ് 738 എലൻ ജി വൈറ്റ് ഇപ്രകാരം പറയുന്നു, യേശുവിനെ വിട്ടയക്കുവാൻ പീലാത്തോസ് വളരെയധികം ആഗ്രഹിച്ചു. എന്നാൽ പീലാത്തോസിൻ്റെ സ്ഥാനവും
ബഹുമതി നിലനിർത്താൻ വേണ്ടി പീലാത്തോസിനത് കഴിഞ്ഞില്ല. കാരണം പീലാത്തോസ് ഭയപ്പെട്ടു, തൻ്റെ ലൗകിക അധികാരം നഷ്ടപ്പെടും. അതുകൊണ്ട് നിർദോഷിയായ ജീവനെ എന്ത് ചെയ്തു? ബലി കഴിച്ചു. ഇന്നത്തെ കാലത്തും അനേകം പേര് ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടവും കഷ്ടവും ഒഴിവാക്കുവാൻ വേണ്ടി ഇപ്രകാരം പ്രമാണങ്ങളെ ബലി കഴിക്കുകയാണ്, തത്വങ്ങളെ നിയമങ്ങളെയൊക്കെ ബലി കഴിക്കുകയാണ്. നഷ്ടവും കഷ്ടവും ജീവിതത്തിൽ ഒഴിവാക്കുവാൻ വേണ്ടി അനേകർ പ്രമാണങ്ങളെ ബലി കഴിക്കുന്നു. കാരണം മനസാക്ഷി ഒരു വഴി കാട്ടിത്തരും, പക്ഷേ ഉള്ളിലെ സ്വാർത്ഥ താല്പര്യം വേറൊരു വഴി നമുക്ക് കാട്ടിത്തരും. അവസാനം പലരും എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ആ തെറ്റായ വഴിയായിരിക്കും. ആ തെറ്റായ വഴി നാം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കൂരിരുട്ടിൽ നാം ആയിപ്പോകും എന്ന് എലൻ ജി വൈറ്റ് പറയുന്നു. പക്ഷേ കർത്താവ് നഷ്ടവും കഷ്ടവും ഒക്കെ സഹിച്ചുകൊണ്ട് പിതാവ് തന്നിൽ അർപ്പിച്ചതായ വലിയ ദൗത്യം തികയ്ക്കുന്നത് വരെ നമ്മുടെ കർത്താവ് പോരാടി. അന്ത്യശ്വാസത്തിലും നമ്മുടെ കർത്താവ് പോരാടി. കർത്താവ് പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ മരത്തോട് എപ്രകാരമായിരിക്കും. അതുകൊണ്ട് യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അല്ലേ? ആ ക്രൂശ് മരണം ഏറ്റവും ലജ്ജയുടെ ഒരു അനുഭവമായിരുന്നു. അല്ലേ? ഇവിടെ കർത്താവ് അവസാനമായി പറഞ്ഞു, പോരാട്ടം വിജയിച്ചു. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പോരാട്ടം വിജയിച്ചു. സകലവും നിവൃത്തിയായി. അങ്ങനെ നമ്മുടെ കർത്താവ് വിജയക്കൊടി പറപ്പിച്ചു. സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയക്കൊടി പറപ്പിച്ചു. അങ്ങനെ സ്വർഗം ഒക്കെ, ദൂതന്മാരും പിതാവും ഒക്കെ സന്തോഷിക്കുന്ന ഒരു വലിയ ആനന്ദത്തിൻ്റെ ദിവസമായി അന്നത്തെ ദിവസം മാറി. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, നമുക്കും ഇതുപോലൊരു വിജയകരമായ ഒരു പ്രവൃത്തി നമുക്ക് ഓരോരുത്തർക്കും പൂർത്തിയാക്കുവാനുണ്ട് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം നമുക്കും വിജയത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അല്ലേ? അപ്പോൾ ഇന്ന് നാം പഠിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാനത്തെ മണിക്കൂറുകളെക്കുറിച്ചാണ്. മഹത്വത്തിൻ്റെ മണിക്കൂറാണ്. ലജ്ജയുടെ അനുഭവമാണ് ക്രൂശെങ്കിൽ പോലും ഞായറാഴ്ച നമ്മുടെ കർത്താവ് ലോകരക്ഷകനായി ഉയർത്തെഴുന്നേറ്റത് മഹത്വത്തിൻ്റെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു. അല്ലേ? അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക്, കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ സന്തോഷം, സ്വർഗം സന്തോഷിക്കുന്നത് കൊണ്ട് ആ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് വിജയക്കൊടി പറപ്പിച്ചതുപോലെ, മാലാഖമാർ ആനന്ദത്തിൽ സ്വർഗീയ ഗാനം ആലപിക്കുന്നത് പോലെ, പിശാചിനെ എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2024 അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു വർഷക്കാലം കർത്താവ് നമ്മെ കാത്തു. വിഷമങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവ് നമ്മെ കാത്തതിനാൽ ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. 2024 അവസാനം കാണുവാനും 2025 പുതുവർഷം കണ്ട് ദൈവത്തിൽ ഒരു പുതിയ തീരുമാനത്തോടു കൂടി ജീവിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാബത്ത് സ്കൂൾ പാഠം ശ്രദ്ധിച്ച എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ ടിവിക്കായി പ്രാർത്ഥിക്കുക, എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങളോട് കാണിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഇന്നത്തെ പാഠത്തിൽ പഠിക്കുവാൻ സ്വർഗം നൽകിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പാഠത്തെ നയിച്ചതിനാൽ സ്തോത്രം. സത്യമെന്നാൽ എന്ത് എന്ന് അനേകരെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ പീലാത്തോസ് ചോദിച്ചതുപോലെ കർത്താവെ, അതിനെക്കുറിച്ച് ജിജ്ഞാസയോടുകൂടി താല്പര്യത്തോടുകൂടി ആ സത്യത്തെ മനസ്സിലാക്കുവാനുള്ളത് എല്ലാ കൃപകളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പൊതിയണമേ.
ഇന്നത്തെ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അത് വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ. വേദനകളിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് പിതാവേ. കർത്താവ് കാത്തുകൊള്ളണം പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കും. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ. 2024 അവസാന മണിക്കൂറുകളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നു പിതാവേ. പുതുവർഷം കാണുവാനുള്ള ഭാഗ്യം നൽകണം. ഇത്രത്തോളം നീ ഞങ്ങളെ നടത്തിയല്ലോ, നിർത്തിയല്ലോ. നാഥാ, നന്ദി പറയുന്നു പിതാവേ. ചോദിക്കുന്ന കുറവുകളാണെങ്കിൽ അധികമായ നന്മകളാണ് നിറയ്ക്കണം. എല്ലാറ്റും വരെയായി മേഘാരുണ്യായി കടന്നു വരുമ്പോൾ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.